ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ. അപ്പോൾ നീറ്റിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് അതിനു മുമ്പ് APMTക്ക് ചോദിച്ചുകൊണ്ട്. അപ്പോൾ ഇതിനകത്ത് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പഠിക്കാനുള്ളൂ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോളൂ. 2-3 പോയിന്റ്സേ നിങ്ങൾക്ക് ഇതിനകത്ത് അറിയാനുള്ളൂ. അപ്പോൾ ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് സോൾവ് ചെയ്യാം. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ്, ദ ഗ്രാഫ് വിച്ച് ഷോസ് ദ വേരിയേഷൻ ഓഫ് ഡി ബ്രോയ് wavelength lambda of a particle and its associated momentum p is. അതിൽ ഇവിടെ നോക്കൂ, ഈ ഡി ബ്രോയിൽ അതിൽ ആക്ച്വലി ആ ജിയും എല്ലും സൈലൻ്റ് ആണ് കേട്ടോ. ഡി ബ്രോയ് എന്നാണ് പറയേണ്ടത്. ഡി ബ്രോയ് വേവ് ലെങ്ത് ഓഫ് എ പാർട്ടിക്കിൾ ആൻഡ് ഇറ്റ്സ് അസോസിയേറ്റഡ് മൊമെൻറ്റം പി ഈസ്. അതിൽ ലാംഡ ഈക്വൽ ടു h/p. അതിൽ നമുക്ക് എന്താ പറയുക, പി എക്സ് ആക്സിസിലാണ്, ലാംഡ വൈ ആക്സിസിലാണ്. അപ്പോൾ നമുക്ക് എന്താ, എക്സ് ആക്സിസിൽ പ്ലോട്ട് ചെയ്യുന്ന ക്വാണ്ടിറ്റിക്ക് എക്സ് കൊടുക്കുക, വൈ ആക്സിസിൽ പ്ലോട്ട് ചെയ്യുന്ന ക്വാണ്ടിറ്റിക്ക് വൈ കൊടുക്കുക. ഏത് ഇക്വേഷൻ ആണോ പ്ലോട്ട് ചെയ്യുന്നത് ആ ഇക്വേഷനിൽ. അപ്പോൾ നമുക്ക് കിട്ടും ഇങ്ങനെ, എക്സ് വൈ ഈക്വൽ ടു കോൺസ്റ്റന്റ്, ദാറ്റ് ഈസ് ദ ഇക്വേഷൻ ഓഫ് എ റെക്ടാങ്കുലർ ഹൈപ്പർബോള. പി വി ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ. അപ്പോൾ അതിൽ ഏതാ ആ ഗ്രാഫ് ഏതാണെന്ന് എല്ലാവർക്കും അറിയാം. ഇതാണ് ഗ്രാഫ്. സോ ദിസ് ഈസ് ദ കറക്റ്റ് ഓപ്ഷൻ, റൈറ്റ്. അതിൽ എ പ്രോട്ടോൺ ആൻഡ് ആൻ ആൽഫ പാർട്ടിക്കിൾ ആർ ആക്സിലറേറ്റഡ് ഫ്രം റെസ്റ്റ് ടു ദ സെയിം എനർജി. The de Broglie wavelength lambda with a suffix p and lambda with a suffix ar. അതായത് പ്രോട്ടോണും ആൽഫ പാർട്ടിക്കിളും. ഓക്കെ, അതിൽ ലാംഡ ഡി ബ്രോയ് വേവ് ലെങ്ത് ലാംഡ ഈക്വൽ ടു h/√2 ഇൻറ്റു മാസ് ഇൻറ്റു എനർജി. അതിൽ √2 ഇൻറ്റു മാസ് ഇൻറ്റു കൈനറ്റിക് എനർജി പറഞ്ഞാൽ ദാറ്റ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ മൊമെൻറ്റം ഇൻ ടേംസ് ഓഫ് കൈനറ്റിക് എനർജി. ആക്ച്വലി ഇവിടെ h/p എന്നാണ്, പി ലീനിയർ മൊമെൻറ്റ. ആ ലീനിയർ മൊമെൻറ്റത്തിന് പകരമുള്ള എക്സ്പ്രഷനാണിത്. ഓക്കെ, മാസും കൈനറ്റിക് എനർജിയും വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് പറയാം, ആൽഫ പാർട്ടിക്കിളും പ്രോട്ടോണിനും ഒരേ കൈനറ്റിക് എനർജിയാണ്. അപ്പോൾ ഈ കൈനറ്റിക് എനർജി സെയിം ആണ്, 2 സെയിം ആണ്, പിന്നെന്താ ഈ പ്ലാങ്ക്സ് കോൺസ്റ്റന്റും സെയിം ആണ്. ഓക്കെ, അങ്ങനെയാകുമ്പോൾ നമുക്ക് എന്ത് പറയാം, ലാംഡ പ്രപ്പോർഷണൽ ടു 1/√m എന്ന് പറയാം. ലാംഡ ഓഫ് പ്രോട്ടോൺ ഡിവൈഡ് ബൈ ലാംഡ ഓഫ് ആൽഫ പാർട്ടിക്കിൾ ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു √m. അപ്പോൾ എന്താ വരിക, റൂട്ട് ഓഫ് മാസ് ഓഫ് ആൽഫ പാർട്ടിക്കിൾ ബൈ മാസ് ഓഫ് പ്രോട്ടോൺ വരും. ആൽഫ പാർട്ടിക്കിളിൻ്റെ മാസ് 4 AMU ആണ്, പ്രോട്ടോണിൻ്റെ 1 AMU ആണ്. ഓക്കെ, അപ്പോൾ റൂട്ട് ഓഫ് 4:1. അപ്പോൾ എന്താ 2/1 വരും, അല്ലെങ്കിൽ നമുക്ക് 2:1 പറയാം. ഓക്കെ, the de Broglie wavelength of a neutron in thermal equilibrium with a heavy water at temperature T and mass m is. ഓക്കെ, അപ്പോൾ അതിൽ ഇവിടെ നമുക്ക് എന്താ ലാംഡ ഡി ബ്രോയ് വേവ് ലെങ്ത് പറഞ്ഞാൽ h/p ആണ്, ലീനിയർ മൊമെൻറ്റത്തിന് പകരം √2 ഇൻറ്റു മാസ് ഇൻറ്റു കൈനറ്റിക് എനർജി. അതിൽ കൈനറ്റിക് എനർജി പറഞ്ഞാൽ 3/2 kT ആണ്. അപ്പോൾ എന്താ ഇൻറ്റു 2m ചെയ്ത് കഴിഞ്ഞാൽ 3m kT √√ വരും. ഓക്കെ, അപ്പോൾ h/3m kT √√ എന്ന് പറഞ്ഞാൽ ദിസ് മസ്റ്റ് ബി ദ ആൻസർ അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. an electron of mass m and a photon have same energy capital E. The ratio of de Broglie wavelengths associated with them. ഓക്കെ, അതിൽ നമുക്ക് ലാംഡ ഈ ഡി ബ്രോയ് വേവ് ലെങ്ത് അസോസിയേറ്റഡ് വിത്ത് ആൻ ഇലക്ട്രോൺ ഹാവിംഗ് കൈനറ്റിക് എനർജി ക്യാപിറ്റൽ ഇ എന്താ h/√2me. ഓക്കെ, ഇനി ഈ ഫോട്ടോണിൻ്റെ കേസിൽ എനർജി പറഞ്ഞാൽ hc/λ. അപ്പം ലാംഡ എന്ന് പറഞ്ഞാൽ hc എനർജി പറയാം. അപ്പം ലാംഡ ഓഫ് ഫോട്ടോൺ ഓക്കെ hc/എനർജി. ഇനി നമുക്ക് വേണ്ടത് എന്താ ലാംഡ ഓഫ് ഇ ഡിവൈഡ് ബൈ ലാംഡ ഓഫ് ഫോട്ടോൺ ആണ് വേണ്ടത്. അതായത് ഇലക്ട്രോണിൻ്റെ ഡി ബ്രോയ് വേവ് ലെങ്ത് ഡിവൈഡഡ് ബൈ ഫോട്ടോണിൻ്റെ വേവ് ലെങ്ത്. ഓക്കെ, അപ്പോൾ h/√2me. പിന്നെ നമ്മൾ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം, hc/E കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോഴെന്താ E/hc. ഓക്കെ, ഇവിടെ നമുക്ക് എച്ചും ക്യാൻസൽ ചെയ്യാം. പിന്നെ താഴെ √e ഉണ്ട്, മേലെ ഇ ഉണ്ട്. അപ്പോൾ മേലെ √e വരും, താഴെ √2m വരും. അതായത് E/2m √√ 1/c. അതിൽ ഈ √e/2m എന്നുള്ളതിനെ മാറ്റിയിട്ട് നമുക്ക് E/2m റേസ് ടു ഹാഫ് എന്ന് എഴുതാം. അപ്പോൾ 1/c പിന്നെന്താ E/2m റേസ് ടു ഹാഫ് എന്ന് പറഞ്ഞാൽ ദിസ് മസ്റ്റ് ബി ദ ആൻസർ. ഓക്കെ, if the kinetic energy of the particle is increased to 16 times its previous value, the percentage change in the de Broglie wavelength. അതിൽ this is the expression for de Broglie wavelength. അപ്പോൾ λ'/λ equal to √e/e'. e' പറഞ്ഞാൽ 16 times the original energy ആണ്. അപ്പോൾ 1/4 എന്ന് വരും. അപ്പോൾ λ' equal to λ/4. ഈ λ/4 എന്ന് പറഞ്ഞാൽ 1/4 ആയി എന്നാ, അതായത് 25% വന്നു എന്ന് പറഞ്ഞാൽ 75% നഷ്ടപ്പെട്ടു. ഓക്കെ, ചോദ്യം എന്താ, ദ പെർസെൻറ്റേജ് ചേഞ്ച് ആണ്.
പെർസെൻറ്റേജ് ചേഞ്ച് എന്ന് പറയുമ്പോൾ അപ്പോൾ എത്രയാ 75%. ഓക്കെ. The threshold frequency of a photoelectric metal is nu zero. If light of frequency 4 nu zero is incident on this metal, then the maximum kinetic energy of emitted electrons will be. അതിൽ omega 0 എന്താ വർക്ക് ഫംഗ്ഷൻ ഈക്വൽ ടു h nu 0. അപ്പോൾ h nu ആകുമ്പോൾ omega 0 പ്ലസ് ke max എന്ന് പറയാം. ഓക്കെ. അപ്പോൾ ke max എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, പിന്നെ h ഇൻറ്റു പിന്നെ വന്ന് വീഴുന്ന ലൈറ്റിൻ്റെ ഫ്രീക്വൻസി 4 nu 0 ആണ്. ഓക്കെ. പിന്നെ മൈനസ് ഒമേഗ 0 വരും. ഒമേഗ 0 പറഞ്ഞു കഴിഞ്ഞാൽ h nu 0. അപ്പോൾ ke max എന്താ വരിക, 3h nu 0 വരും. അതായത് ഇതാ വരിക. ഓക്കെ. ഇനി നമുക്ക് ദ ലൈറ്റ് റേസ് ഹാവിംഗ് ഫോട്ടോൺസ് ഓഫ് എനർജി 4.2 ഇലക്ട്രോൺ വോൾട്ട് ആർ ഫാളിംഗ് ഓൺ എ മെറ്റൽ സർഫസ്. ഓക്കെ. ഹാവിംഗ് വർക്ക് ഫംഗ്ഷൻ 2.2 ഇലക്ട്രോൺ വോൾട്ട്. ദ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഈസ്, അതിൽ ഈ V0 ആണ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഈക്വൽ ടു h nu മൈനസ് ഒമേഗ 0. അതിൽ V0 ആണ് നമ്മൾ കാണേണ്ടത്. h nu പറഞ്ഞാൽ വന്ന് വീഴുന്ന ഫോട്ടോണിൻ്റെ എനർജി, അത് 4.2 ഇലക്ട്രോൺ വോൾട്ടാണ്. ഓക്കെ. പിന്നെ ഒമേഗ 0 പറഞ്ഞാൽ വർക്ക് ഫംഗ്ഷൻ, അത് എത്രയാണ്, 2.2 ഇലക്ട്രോൺ വോൾട്ടാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് 2 ഇലക്ട്രോൺ വോൾട്ട് എന്ന് വരും. ഓക്കെ. അപ്പോൾ നമുക്ക് മാക്സിമം കൈനറ്റിക് എനർജിയാണ് ആ 2 ഇലക്ട്രോൺ വോൾട്ട്. അതായത് ഈ V0 ആണ് 2 ഇലക്ട്രോൺ വോൾട്ട്. ഓക്കെ. അപ്പോൾ V0 എന്താ 2 വോൾട്ട് വരും. ദാറ്റ് ഈസ് ദ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഓർ കട്ട് ഓഫ് വോൾട്ടേജ് 2 വോൾട്ട്. When two monochromatic lights of frequency nu and nu by 2 are incident on a photoelectric metal, their stopping potential becomes Vs by 2 and Vs respectively. Okay. The threshold frequency for this metal is, അതായത് ഇൻസിഡന്റ് ഫോട്ടോണിന്റെ ഫ്രീക്വൻസി nu ആവുമ്പോൾ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ Vs by 2 ആ. അപ്പോൾ ഈ Vs by 2 ഈക്വൽ ടു h ഇൻറ്റു nu മൈനസ് nu 0. ഓക്കെ. ഇനി nu by 2 ആകുമ്പോൾ Vs ആണ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. അപ്പോൾ ഈ Vs ഈക്വൽ ടു h ഇൻറ്റു nu by 2 മൈനസ് nu 0. ഓക്കെ. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ പറയാം, ഇതാണ് ഈ Vs. മേലുള്ള എന്താ ഈ Vs by 2. അപ്പോൾ നോക്കൂ, ഈ Vs by 2 എന്ന് പറഞ്ഞാൽ ഈ സാധനത്തിൻ്റെ പകുതിയാണ്. അതായത് h ഇൻറ്റു nu by 2 മൈനസ് nu 0യുടെ പകുതി എന്ന് പറഞ്ഞാൽ h by 2 ഇൻറ്റു nu by 2 മൈനസ് nu 0. ഓക്കെ. അതായത് ദേ ഈ സാധനത്തിൻ്റെ പകുതി ഞാനിവിടെ എഴുതി. അതെന്താ, ഈ Vs by 2 ആ. ഓക്കെ. അതാണ് ഇത് h ഇൻറ്റു nu മൈനസ് nu 0. ഓക്കെ. ഇനിയിപ്പോൾ നമുക്ക് എന്താ പറയാം, ഇവിടെ 2 ദേ ഇങ്ങോട്ട് എടുത്തോളൂ. റൈറ്റ് സൈഡിലെ എച്ചും നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഓക്കെ. എച്ചും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ 2 ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ 2 nu മൈനസ് 2 nu 0 വരും. 2 nu മൈനസ് 2 nu 0. ലെഫ്റ്റ് സൈഡിലുള്ള nu by 2 മൈനസ് nu 0. ഓക്കെ. ഈ മൈനസ് 2 nu 0 അങ്ങോട്ട് പോകുമ്പോൾ എന്താ, പ്ലസ് 2 nu 0. ഓൾറെഡി അവിടെ മൈനസ് nu 0 ഉണ്ട്. അപ്പോൾ ഒരു nu 0 വരും. ഓക്കെ. ഇവിടെ 2 nu ഉണ്ട്, മൈനസ് nu by 2. രണ്ടിൽ നിന്ന് അര സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ 1.5 ഉണ്ടാവും. 1.5 എന്ന് പറഞ്ഞാൽ 3/2. ഓക്കെ. 3/2 റൈറ്റ്. അപ്പോൾ 3/2 nu വരും. അപ്പോൾ 3/2 nu പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ആൻസർ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അതിൽ ദ നമ്പർ ഓഫ് ഫോട്ടോൺസ് പെർ സെക്കൻഡ് ഓൺ ആൻ ആവറേജ് എമിറ്റഡ് ബൈ ദ സോഴ്സ് ഓഫ് മോണോക്രോമാറ്റിക് ലൈറ്റ് ഓഫ് വേവ് ലെങ്ത് 600 നാനോമീറ്റർ when it delivers a power of 3.3 into 10⁻³ watts. ഇതെന്താ സംഭവം അറിയോ? ഇത് വളരെ സിമ്പിളാണ്, നമ്പർ ഓഫ് ഫോട്ടോൺസ് പെർ സെക്കൻഡ്സ്. പക്ഷേ ഇത് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. അപ്പം നമ്മളുടെ ഇതിനകത്ത് തന്നെ എന്താ പറയുക, പലതവണ ഇത് വന്നിട്ടുണ്ട്. സിമിലർ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അത് പലതവണ ചോദിച്ചിട്ടുണ്ട്. വളരെ സിമ്പിളാണ്, റൈറ്റ്. അപ്പോൾ അതിൽ സപ്പോസ് n ഫോട്ടോൺസ് ആർ എമിറ്റഡ് പെർ സെക്കൻഡ്. n ഫോട്ടോൺസ് പെർ സെക്കൻഡ്. ഒരു ഫോട്ടോണിൻ്റെ എനർജി hc/λ. അപ്പോൾ ഒരു സെക്കൻഡിൽ n ഫോട്ടോൺസ് ആണെങ്കിൽ ഒരു സെക്കൻഡിലെ എനർജി എന്താ, n × hc/λ. അതാണ് പവർ. ഓക്കെ. അപ്പോൾ P = n hc/λ. അതിൽ n പറഞ്ഞാൽ നമ്പർ ഓഫ് ഫോട്ടോൺസ് പെർ സെക്കൻഡ്, അതാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ അവിടെ നിന്ന് എന്താ കിട്ടുക, P(λ/hc) കിട്ടും. അതിൽ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്, 3.3 × 10⁻³ അപ്പോൾ നമ്മൾ കാൽക്കുലേഷൻ്റെ സൗകര്യത്തിന് വേണ്ടിയിട്ട് ആ 3.3 ഞാൻ 10/3 എന്ന് എഴുതി. കുഴപ്പമില്ലല്ലോ. പിന്നെന്താ 10⁻³ റെഡി. പിന്നെ അത് കഴിഞ്ഞാൽ എന്താ 600 നാനോമീറ്റർ എന്നാ. ഓക്കെ. ലാംഡ 600 × 10⁻⁹ പറഞ്ഞാൽ 6 × 10⁻⁷ റെഡി. പിന്നെ അടിയിലുള്ളത് എത്രയാ, h എന്ന് പറഞ്ഞാൽ 6.6 × 10⁻34 ആ 6.6നെ നമുക്ക് 20/3 എന്ന് എഴുതാം. റെഡിയാ, 20/3. ഓക്കെ. പിന്നെ എന്താ 10⁻34. പിന്നെയുള്ളത് എന്താ, c ആണ്, സ്പീഡ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ഇൻ വാക്യൂം.
ഓക്കെ, അതെത്രയാ 3 × 10⁸. ഇനി നമുക്ക് നോക്കാം, ഇത് സംഭവം കുഴപ്പമില്ല കേട്ടോ. അപ്പം അതിൽ ഇവിടെ നോക്കി, മേലെ ഒരു 10/3 ഉണ്ട്, താഴെ ഒരു 20/3 ഉണ്ട്. മേലെ ഒരു 10/3, താഴെ 20/3. അതായത് മേലെ ഉള്ളതിൻ്റെ ഡബിളാ താഴെ. അപ്പോൾ ആ 10/3യും 20/3യും കൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ താഴെ 2 വരും. ആ 2 × 3 എന്താ, 6ഉം മേലത്തെ 6ഉം അടി കൊടുക്കാം. അതായത് കംപ്ലീറ്റ് തീരുമാനമായി. ഇനി 10ന്റെ പവർ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ 10ന്റെ പവർ നോക്കിയാൽ മതി. ഈ 10⁸8 10⁸8 മേലോട്ട് എടുത്തോ. 10⁸8 മേലോട്ട് എടുക്കുമ്പോൾ 10⁻⁻8ഉം -7ഉം അത്രയാ 10⁻−15. 10⁻−15ഉം 10⁻−3ഉം അപ്പോൾ 10⁻18. 10⁻−18ഉം 10⁻−34ഉം അടിയിൽ 10⁻−16 വരും. ആ അടിയിലുള്ള 10⁻−16 മേലോട്ട് പോകുമ്പോൾ 10⁻+16 വരും. ഓക്കെ, അത് മാത്രം. അപ്പോൾ 10⁻16 എന്താ ഫോട്ടോൺസ് പെർ സെക്കൻഡ്. ഓക്കെ, അതിനകത്ത് ലൈറ്റ് ഓഫ് ഫ്രീക്വൻസി 1.5 ടൈംസ് ദ ത്രെഷോൾഡ് ഫ്രീക്വൻസി ഈസ് ഇൻസിഡന്റ് ഓൺ എ ഫോട്ടോ സെൻസിറ്റീവ് മെറ്റീരിയൽ. 1.5 ടൈംസ് ത്രെഷോൾഡ് ഫ്രീക്വൻസി പറഞ്ഞാൽ ത്രെഷോൾഡ് ഫ്രീക്വൻസിയേക്കാൾ കൂടുതലാണ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് നടക്കും. ഓക്കെ, പ്രശ്നമില്ല. ഇനി എന്താ സംഭവിക്കണമെന്നറിയോ, വാട്ട് വിൽ ബി ദ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ഇഫ് ദ ഫ്രീക്വൻസി ഈസ് ഹാഫ്ഡ്. ഇപ്പോഴുള്ള ഫ്രീക്വൻസി ത്രെഷോൾഡ് ഫ്രീക്വൻസിയുടെ 1.5 ടൈംസാണ്. അതായത് µ0 ആണ് ത്രെഷോൾഡ് ഫ്രീക്വൻസി എങ്കിൽ ഇപ്പോൾ വന്ന് വീഴുന്ന ഫോട്ടോണിൻ്റെ ഫ്രീക്വൻസി 1.5 µ0. ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടക്കും, പക്ഷേ അത് പകുതിയാക്കിയ 0.75 µ0. അതായത് ത്രെഷോൾഡ് ഫ്രീക്വൻസിയുടെ 3/4 വരൂ. ത്രെഷോൾഡ് ഫ്രീക്വൻസിയേക്കാൾ കുറവാണ് വന്ന് വീഴുന്ന റേഡിയേഷൻ്റെ ഫ്രീക്വൻസി. ഒരു പരിപാടി നടക്കില്ല, ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് നടക്കില്ല, ഇലക്ട്രോൺ പുറത്തു വരില്ല. അപ്പോൾ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് എന്താ ഉണ്ടാവില്ല, 0 ആണ്. മനസ്സിലാവുണ്ടോ? ഓക്കെ, നെക്സ്റ്റ്, when a metallic surface is illuminated with the radiation of wavelength lambda, stopping potential is V. If the same surface is illuminated with the radiation of wavelength 2 lambda, stopping potential is V/4. അപ്പോൾ EV = hc/λ - ω0. ഓക്കെ, ഇനി അടുത്ത എന്താ, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ V/4 ആവും, ലാംഡ 2 ലാംഡ ആവുമ്പോൾ. ഓക്കെ, 2 λ - ω0. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് നമുക്ക് എന്ത് പറയാം, ഇവിടെ ദ ത്രെഷോൾഡ് വേവ് ലെങ്ത് ഫോർ ദ മെറ്റാലിക് സർഫസീസ്. അപ്പോൾ ഈ അടിയിൽ കിടക്കുന്ന ഈ സാധനം ഉണ്ടല്ലോ, ഇതിനെ നിങ്ങൾ ഒരു 4 കൊണ്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്തേക്ക്. ഓക്കെ, അതിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡ് എന്താ വരിക, EV/4 × 4 എന്ന് പറഞ്ഞാൽ EV. ഓക്കെ, ഇതിന് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4/2 പറഞ്ഞാൽ 2hc/λ. ഇവിടെ എന്താ വരിക, -4 ω0 വരും. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ, ഇപ്പം EV ഇവിടെയുണ്ട്, അതുപോലെ EV ഇവിടെയുണ്ട്. ഓക്കെ, ഈ ഇക്വേഷൻ്റെയും ഈ ഇക്വേഷൻ്റെയും ലെഫ്റ്റ് സൈഡ് സെയിമാണ്. അപ്പോൾ നമുക്ക് റൈറ്റ് സൈഡ്സ് ഇക്വേറ്റ് ചെയ്യാം. ഇവിടെ റൈറ്റ് സൈഡിൽ എന്താ, hc/λ - ω0 അത് എഴുതി. ഇവിടെ റൈറ്റ് സൈഡിൽ എന്താ, 2hc/λ - 4 ω0 അത് എഴുതി. ഈ -4 ω0 അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ +4 ω0 - ω0 3 ω0. hc/λ ഇങ്ങോട്ട് വരുമ്പോൾ 2hc/λ - hc/λ എന്താ, hc/λ വരും. ഓക്കെ, ചോദ്യം എന്താണെന്നറിയോ, ത്രെഷോൾഡ് വേവ് ലെങ്ത് എന്താണ്? ഈ ω0 പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അത് ദാറ്റ് ഈസ് ദ വർക്ക് ഫംഗ്ഷൻ. അപ്പോൾ hc/λ 0 എന്ന് എഴുതാം. അപ്പോൾ 3 ω0ക്ക് വരെ hc/λ 0 എഴുതി. അപ്പോൾ hc രണ്ട് സൈഡിലുണ്ട്, കട്ട് ചെയ്യാം. അപ്പോൾ λ0 = 3 λ എന്ന് വരും. ഓക്കെ, ബ്യൂട്ടിഫുൾ. ഓക്കെ, 3 λ. A certain metallic surface is illuminated with the monochromatic light of wavelength lambda. The stopping potential for photoelectric current for this light is 3V0. അവിടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എന്താ, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ V0 ആണെങ്കിൽ ഈ V0 = hν - ω0. ω0 എന്താ, ദാറ്റ് ഈസ് ദ വർക്ക് ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ അതിൽ ഇഫ് ദ സെയിം സർഫസ് ഈസ് ഇലുമിനേറ്റഡ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, വർക്ക് ഫംഗ്ഷൻ സെയിം ആവും. ഓക്കെ, with the light of wavelength 2 λ, stopping potential is V0. Okay, the threshold wavelength for this surface for photoelectric effect is, നോക്കാം നമുക്ക്. ഫസ്റ്റ് 3V0 ആണ് ഇൻറ്റു ഇ പറഞ്ഞാൽ 3V0, ദാറ്റ് ഈസ് ഈക്വൽ hc/λ - ω0. ലാംഡ ഡബിൾ ആക്കി, അപ്പോൾ hc/2 λ - ω0. പക്ഷേ അപ്പോൾ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ V0 ഉള്ളൂ, ഈ V0. ഇനി ഈ രണ്ടാമത്തെ ഇക്വേഷൻ ഉണ്ടല്ലോ, ഇതിനെ ഞാൻ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. ഓക്കെ, 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക, നമുക്ക് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് 3eV0 = 3hc/2 λ മൈനസ് ഇവിടെ ω0 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 3 ω0.
അപ്പോൾ നോക്കൂ, ഇവിടെ ഒരു ഇക്വേഷൻ ഉണ്ട്, ഇവിടെ ഒരു ഇക്വേഷൻ ഉണ്ട്. രണ്ടിൻ്റെ ലെഫ്റ്റ് സൈഡ് 3ev0 3ev0. അപ്പോൾ നമുക്ക് റൈറ്റ് സൈഡ്സ് ഇക്വേറ്റ് ചെയ്യാം. ഇവിടെ hc/λ മൈനസ് ω0 ഉണ്ട്. ഇവിടെ എന്താ 3hc/2λ മൈനസ് 3ω0 ഉണ്ട്. കുഴപ്പമില്ല. അതിൽ നമുക്ക് ഈ -3ω0 ലെഫ്റ്റിലോട്ട് വരുമ്പോൾ 3ω0 മൈനസ് ω0 ദാറ്റ് ഈസ് 2ω0. ഇവിടെ 3/2 hc/λ മൈനസ് hc/λ പറഞ്ഞാൽ hc/2λ എന്ന് വരും. hc/2λ. ഈ ω0യെ നമുക്ക് എന്ത് എഴുതാം? hc/λ0 എന്ന് എഴുതാം. 2ω0 പറഞ്ഞാൽ 2 hc/λ0 ഈക്വൽ ടു hc/2λ. അതിൽ ഈ hc നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ hc ഉണ്ട്, ഇവിടെ hc ഉണ്ട്, കട്ട് ചെയ്ത് കളയാം. ബാക്കി എന്താ വരിക? λ0 ഈക്വൽ ടു 4λ വരും. λ0 ഈക്വൽ ടു 4λ. ഫസ്റ്റ് ഓപ്ഷൻ തന്നെ കറക്റ്റ് ആണ്. ഓക്കെ. A photoelectric surface is illuminated successively by monochromatic light of wavelength lambda and λ/2. Okay. If the maximum kinetic energy of the emitted photoelectrons in the second case is 3 times that in the first case, the work function of the surface of the metal is. അതിൽ ആദ്യം നമുക്ക് എന്താ പറയാം? hc/λ അത് എനർജി ഓഫ് ദി ഫോട്ടോൺ മൈനസ് വർക്ക് ഫംഗ്ഷൻ ദാറ്റ് ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി. ഇനി ലാംഡയ്ക്ക് പകരം λ/2 hc/λ/2 എന്ത് ചെയ്യും? മേലെ കയറും. അപ്പോൾ 2hc/λ മൈനസ് ω0 ഈക്വൽ ടു k2. പറയുന്നത് എന്താണെന്നറിയോ? സെക്കൻഡ് കേസിലെ കൈനറ്റിക് എനർജി ഫസ്റ്റ് കേസിലെ കൈനറ്റിക് എനർജിയുടെ 3 ടൈംസ് ആണ്. ഓക്കെ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? നമുക്ക് k2 ഈക്വൽ ടു 3k1 എന്ന് പറയാം. k2ൻ്റെ വാല്യൂ 2hc/λ മൈനസ് ω0. k1 അപ്പോൾ 3 ഇൻറ്റു k1 എന്താ? hc/λ മൈനസ് ω0. ഓക്കെ. ഇവിടെ 3 ഇൻറ്റു മൈനസ് ω0 മൈനസ് 3ω0 ഇങ്ങോട്ട് വരുമ്പോൾ പ്ലസ് 3ω0 മൈനസ് ഇവിടെ ഒരു ω0 ഉണ്ട്, അപ്പോൾ 2ω0 വരും. ഇവിടെ 3hc/λ ഇത് അങ്ങോട്ട് പോകുമ്പോഴെന്താ? മൈനസ് 2hc/λ അത് hc/λ വരും. ഓക്കെ. ഇനി നമുക്ക് അപ്പോൾ ω0 ഈക്വൽ ടു എന്താ വരിക? hc/2 അങ്ങോട്ട് കൊണ്ടുപോയാൽ മതി 2λ. അപ്പോൾ hc/2λ പറഞ്ഞാൽ ദിസ് വിൽ ബി ദ കറക്റ്റ് ഓപ്ഷൻ അല്ലേ. അടുത്തത് എ സോഴ്സ് ഓഫ് ലൈറ്റ് ഈസ് പ്ലേസ്ഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 50 cm ഫ്രം എ ഫോട്ടോ സെൽ ആൻഡ് ദ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഈസ് ഫൗണ്ട് ടു ബി V0. If the distance between the light source and photo cell is made 25 cm, the new stopping potential will be. Okay. അതിൽ നമുക്ക് എന്താ പറയാം? ഇവിടെ എന്താ ചെയ്തിരിക്കണേന്ന് അറിയോ? ഇഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ലൈറ്റ് സോഴ്സ് ആൻഡ് ഫോട്ടോ സെൽ ഈസ് മെയ്ഡ് 25 cm. നേരത്തെ 50 cm ആയിരുന്നു, ഇപ്പം 25 cm ആയി എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് പകുതിയാക്കി. ഡിസ്റ്റൻസ് പകുതിയാക്കി കഴിഞ്ഞാൽ ഇൻറ്റൻസിറ്റി 4 ടൈംസ് ആവും. പക്ഷേ ഈ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഇൻറ്റൻസിറ്റി. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഡിപ്പെൻഡ്സ് ഓൺ ദ ഫ്രീക്വൻസി ഓഫ് ഇൻസിഡൻറ്റ് റേഡിയേഷൻ ആൻഡ് ദ ത്രെഷോൾഡ് ഫ്രീക്വൻസി. ഫ്രീക്വൻസി ഓഫ് ഇൻസിഡൻറ്റ് റേഡിയേഷൻ മാറുന്നില്ല, ഇവിടെ മാറുന്നത് ഇൻറ്റൻസിറ്റി ഓഫ് ഇൻസിഡൻറ്റ് റേഡിയേഷൻ ആണ്. അതുകൊണ്ട് ഈ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ കട്ട് ഓഫ് വോൾട്ടേജ് മാറില്ല. നേരത്തെ V0 ആയിരുന്നെങ്കിൽ ഇപ്പോഴും V0 തന്നെ ഉണ്ടാവുക, കാരണം ഇൻറ്റൻസിറ്റി മാത്രമാണ് ഇവിടെ കൂടിയത്. ഓക്കെ. A 200 watt sodium street lamp emits yellow light of wavelength 0.6 micrometer. പറഞ്ഞാൽ 6 × 10⁻⁷ meter or 6000 angstroms ആണ്. Okay, assuming it to be 25% efficient in converting electrical energy to light, the number of photons of yellow light it emits per second. ഈ number of photons per second ഞാൻ പറഞ്ഞില്ലേ, അത് പലപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ അത് വളരെ സിമ്പിളാണ്, പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ. അപ്പോൾ അതിൽ സപ്പോസ് n photons are emitted per second. ഒരു ഫോട്ടോണിൻ്റെ എനർജി പറഞ്ഞാൽ hc/λ. ഒരു സെക്കൻഡിൽ n ഫോട്ടോൺസ് ആണെങ്കിൽ അപ്പോൾ ഒരു സെക്കൻഡിലെ എനർജി nhc/λ. അതാണ് പവർ. പവർ എത്രയാ? പവർ ഇപ്പോൾ ആ റേറ്റഡ് പവറിൻ്റെ 25% ഉള്ളൂ. ഓക്കെ. P × 25/100. ഓക്കെ. അപ്പോൾ ഇവിടെ നിന്ന് ഈ 25/100 എന്ന് പറഞ്ഞാൽ അത് എത്രയാ? അത് 1/4 ആണ്. അപ്പോൾ റൈറ്റ് സൈഡിൽ P/4 എന്ന് വരും. P/4. പിന്നെ n കാണണമെങ്കിൽ λ/hc. ഇവിടെ നോക്കൂ, നമുക്ക് ഈ P 25/100 ആണ്. നോക്കൂ, P 200 ആണ്. 25/100 1/4 ആണ്. ഓക്കെ. പിന്നെ ഈ ലാംഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാ? 0.6 മൈക്രോമീറ്റർ പറഞ്ഞാൽ 6 × 10⁻⁷. പിന്നെ എന്താ താഴെ hc ഉണ്ടാവും, അത് 6.6 × 10⁻34 ആണ്. 6.6നെ ഞാൻ 20/3 എന്ന് എഴുതി, 10⁻34. പിന്നെ c പറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡ് ഓഫ് ലൈറ്റ് 3 × 10⁸. ഓക്കെ. അതിൽ നിങ്ങൾക്ക് ഈ 3 ഉണ്ടല്ലോ, ഈ 3യും ഈ 3യും കൂടെ കട്ട് ചെയ്യാം. ഓക്കെ.
പിന്നെ നമുക്ക് വേണമെങ്കിൽ ഈ 20യും ഈ 200ഉം കൂടെ അടി കൊടുത്തോ. അപ്പോൾ ഇവിടെ ഒരു 10 വരും. ഓക്കെ, ആ 10ഉം 10⁻⁻7ഉം എത്ര വരും? 10⁻⁻6 വരും. ആ 10⁻⁻6ഉം 10⁻⁻34ഉം അത് 10⁻⁻28 വരും. 10⁻⁻28ഉം 10⁻8ഉം 10⁻⁻20 അടിയിൽ കിടക്കും. അത് മേലോട്ട് എടുക്കുമ്പോൾ എത്രയാണ്? 10⁻+20 വരും. പിന്നെ എന്താ വരുന്നത്? 6/4 പറഞ്ഞാൽ 3/2, ദാറ്റ് ഈസ് 1.5. അപ്പോൾ 1.5 ഇൻറ്റു 10⁻20 വരും. ഓക്കെ, ദിസ് വൺ. ഓക്കെ, 1.5 ഇൻറ്റു 10⁻20. Monochromatic radiation emitted when electron on hydrogen atom jumps from first excited state to the ground state irradiates a photosensitive material. Okay, the stopping potential is measured to be 3.57 volt. The threshold frequency of the metal is. അതില് see radiation emitted when an electron on hydrogen atom jumps from first excited എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സെക്കൻഡ് സ്റ്റേറ്റിൽ നിന്ന് ടു ദ ഗ്രൗണ്ട് സ്റ്റേറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ പറയാം? നമ്മൾ ഈ nth സ്റ്റേറ്റിലെ എനർജി പറഞ്ഞാൽ -13.6 ഡിവൈഡഡ് ബൈ n² ഇലക്ട്രോൺ വോൾട്ടാ. ഓക്കെ, അപ്പോൾ സെക്കൻഡ് സ്റ്റേറ്റിൽ നിന്ന് ഫസ്റ്റ് സ്റ്റേറ്റിലേക്ക് വന്നു പറഞ്ഞു കഴിഞ്ഞാൽ ആ എനർജി എന്താവും? 13.6 ഇൻറ്റു 1 - 1/4 എന്നാ. ആ വാല്യൂ നമുക്കറിയാം. ഫസ്റ്റും സെക്കൻഡും തമ്മിലുള്ള എനർജി ഡിഫറൻസ് അത് 10.2 ഇലക്ട്രോൺ വോൾട്ട് ആണ്. ഓക്കെ, അതിൽ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്താ? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ 3.57 ആണ്. അപ്പോൾ നമുക്ക് ഇത് 10.2 നമ്മൾ 3.57, ഇതാണ് ആ റേഡിയേഷൻ്റെ എനർജി. ദിസ് ഈസ് ദ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. 3.57 വോൾട്ട് ആണെങ്കിൽ മാക്സിമം കൈനറ്റിക് എനർജി എന്താ? 3.57 ഇലക്ട്രോൺ വോൾട്ട് ആണ്. ഓക്കെ, അപ്പോൾ ആ വന്ന് വീണ ഫോട്ടോണിൻ്റെ എനർജിയിൽ നിന്ന് മാക്സിമം കൈനറ്റിക് എനർജി സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് ഫംഗ്ഷൻ കിട്ടും ω0. അത് നമുക്ക് എത്ര കിട്ടിയെന്നറിയോ? 6.63 ഇലക്ട്രോൺ വോൾട്ട്. ഇനി അവിടെ നിന്ന് നമുക്ക് എന്താ ത്രഷോൾഡ് ഫ്രീക്വൻസി കാണണം. അത് ω0/h ആണ്. 6.63 ഇലക്ട്രോൺ വോൾട്ടിന് ജൂൾ ആക്കാൻ 1.6 × 10⁻⁻98 ഡിവൈഡഡ് ബൈ h എന്ന് പറഞ്ഞാൽ 6.6 × 10⁻34. ഓക്കെ, ഈ 6.6 കട്ട് ചെയ്തോളൂ. അപ്പോൾ ബാക്കി എന്താ പറയുക? 1.6 × 10⁻15 ഹേർട്സ് വരും. 1.6 × 10⁻15 ഹേർട്സ് എന്ന് പറഞ്ഞാൽ ഇതാണ് കറക്റ്റ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ 2 റേഡിയേഷൻസ് ഓഫ് എനർജി 1 ഇലക്ട്രോൺ വോൾട്ട് ആൻഡ് 2.5 ഇലക്ട്രോൺ വോൾട്ട് successively illuminate a photosensitive metallic surface of work function 0.5. The ratio of the maximum to speed of the emitted electrons. ഓക്കെ, അതിൽ കൈനറ്റിക് എനർജി മാക്സിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസിഡൻറ്റ് ഫോട്ടോണിൻ്റെ എനർജി മൈനസ് വർക്ക് ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ ആദ്യം വന്ന വീണ ഫോട്ടോണിൻ്റെ എനർജി എത്രയാണ്? 1 ഇലക്ട്രോൺ വോൾട്ട് ആണ്. വർക്ക് ഫംഗ്ഷൻ 0.5 ആണ്. ഓക്കെ, പിന്നെ അതേ മെറ്റൽ തന്നെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ വർക്ക് ഫംഗ്ഷൻ 0.5 തന്നെ, പക്ഷേ വന്ന് വീഴുന്ന ഫോട്ടോണിൻ്റെ എനർജി 2.5 ആണ്. മാക്സിമം കൈനറ്റിക് എനർജി ഇൻ ദ ഫസ്റ്റ് കേസ് 0.5, മാക്സിമം കൈനറ്റിക് എനർജി ഇൻ ദ സെക്കൻഡ് കേസ് 2. അപ്പോൾ കൈനറ്റിക് എനർജി = ½ mv² ആണെങ്കിൽ അപ്പോൾ v എന്താവും? √2k/m. അതായത് വെലോസിറ്റി പ്രപ്പോർഷണൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് കൈനറ്റിക് എനർജി. അപ്പോൾ v1/v2 പറഞ്ഞാൽ √k1/k2. ഫസ്റ്റ് കേസിൽ 0.5, സെക്കൻഡ് കേസിൽ 2. അപ്പോൾ 1/4 റൂട്ട് എടുത്തു കഴിഞ്ഞാൽ 1/2 വരും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ പറയാം? 1:2 പറയാം. റൈറ്റ്. ഇൻ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ പ്രോസസ് ഫ്രം എ മെറ്റൽ ഓഫ് വർക്ക് ഫംഗ്ഷൻ 1.8, the kinetic energy of most energetic electron is 0.5. The corresponding stopping potential is. അതിലേ ഈ മാക്സിമം കൈനറ്റിക് എനർജി 0.5 ഇലക്ട്രോൺ വോൾട്ട് ആണെങ്കിൽ അപ്പോൾ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്താ? 0.5 വോൾട്ട് ആണ്. ഓക്കെ, 0.5 വോൾട്ട്, വേറൊന്നും അവിടെ അറിയണ്ട കേട്ടോ. 0.5 വോൾട്ട്. റൈറ്റ്. മാക്സിമം കൈനറ്റിക് എനർജി അതിൽ നോക്കൂ, ദ കൈനറ്റിക് എനർജി ഓഫ് മോസ്റ്റ് എനർജറ്റിക് ഇലക്ട്രോൺ 0.5 ഇലക്ട്രോൺ വോൾട്ട്. ദാറ്റ് ഈസ് ദ മാക്സിമം കൈനറ്റിക് എനർജി. അപ്പോൾ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ 0.5 വോൾട്ട് ആണ്. Right, the threshold frequency of a photosensitive metal is 3.3 × 10⁻14 hertz. Light of frequency 8.2 × 10⁻14 hertz is incident on this metal. The cutoff voltage for the photoelectric emission is nearly. അതിൽ ഈ V0 equals h × nu minus nu 0. അതിൽ ഈ V0 പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് h എത്രയാ? 6.6 × 10⁻34. nu പറഞ്ഞാൽ 8.2 × 10⁻14. ഓക്കെ, ഇത് എത്രയാ? 3.3 × 10⁻14 വരും. അതിൽ നമുക്ക് എന്താ പറയുക,
ഈ 8.2 3.3 പറഞ്ഞു കഴിഞ്ഞാൽ അത് വരുന്ന എത്രയാ? ദാറ്റ് വിൽ ബി 4.9 അല്ലേ? 4.9ഉം പിന്നെ എത്രയാ? അത് 4.9 എന്ന് പറഞ്ഞാൽ 5 എടുത്തോ. 5 into 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രയാ? ദാറ്റ് വിൽ ബി അപ്രോക്സിമേറ്റ്ലി 30 അല്ലേ? ആ 5 into 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30യും ഇവിടെ എത്രയാ? 1.6. അപ്പം മേലെ 20 വരും. 20 അതിൽ 2 എന്ന് വിചാരിച്ചോ. പിന്നെ ഉള്ളത് എത്രയാ? ഒരു 0 ഉണ്ട്, അതായത് 10 ഉണ്ട്. ആ 10⁻34ഉം 10ഉം 10⁻33 വരും. 10⁻33യും പിന്നെന്താ 10⁻19. ഓക്കെ, ആ 10⁻19ഉം 10⁻33യും എടുത്തു കഴിഞ്ഞാൽ എത്ര വരും? 10⁻14 വരും. -14. 10⁻14ഉം ഇവിടെ ഒരു കോമൺ 10⁻14 ഉണ്ട്, അതും എന്താ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1 ആവും. സോ വി വിൽ ഗെറ്റ് എന്താ ഈ V0 = 2 ഇലക്ട്രോൺ വോൾട്ട് എന്ന് വരും. അപ്പോൾ V0 = 2 വോൾട്ട് എന്ന് വരും. ഓക്കെ, ദിസ് ഈസ് 2 വോൾട്ട്. റൈറ്റ്. Monochromatic light of wavelength 667 nanometer is produced by a helium neon laser. The power emitted is 9 milliwatts. The number of photons arriving per second on the average at a target irradiated by this beam is. അതിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ n is the number of photons per second and hc by lambda is the energy of each photon. അപ്പോൾ n hc by lambda പറഞ്ഞാൽ എനർജി പെർ സെക്കൻഡ് ഓർ ഇറ്റ് ഈസ് ദ പവർ. അപ്പോൾ അവിടുന്ന് n എന്താ വരിക? ലാംഡ പി ബൈ hc വരും. ലാംഡ പറഞ്ഞാൽ 667 നാനോമീറ്റർ പറഞ്ഞാൽ 10⁻⁻9 മീറ്റർ. പിന്നെ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ എത്രയാണ്? 9 മില്ലി വാട്ട്സ് എന്ന് പറഞ്ഞാൽ 9 × 10⁻3. എല്ലാം നേരെ. ഓക്കെ, പിന്നെ അടിയിൽ എന്താ ഉള്ളത്? എച്ച് ഉണ്ട് 6.67. ഓക്കെ, ഇൻറ്റു 10⁻34. ഓക്കെ, അത് എച്ചിൻ്റെ വാല്യൂ. സി പറഞ്ഞാൽ 3 × 10⁸. പെർഫെക്റ്റ്. അതിൽ നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഇവിടെ ഈ 667ഉം 6.67ഉം കൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മേലെ 100 വരും, അതായത് 10⁻². 10⁻²ഉം 10⁻−3ഉം 10⁻−1 വരും. 10⁻−1ഉം 10⁻−9ഉം 10⁻−10 വരും. ആ 10⁻−10ഉം 10⁻−34ഉം 10⁻−24 അടിയിൽ വരും. 10⁻−24ഉം 10⁻8ഉം 10⁻−16 വരും. എവിടെ? ഡിനോമിനേറ്ററിൽ. അത് മേലോട്ട് എടുക്കുമ്പോൾ 10⁻+16. പെർഫെക്റ്റ്. ഓക്കെ, പിന്നെയുള്ള എന്താ? 9/3 ആണ്, അത് 3. അപ്പോൾ 3 × 10⁻16 പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ ആൻസറാണ്. ഓക്കെ, പിന്നെ ദ മൊമെന്റം ഓഫ് എ ഫോട്ടോൺ ഓഫ് എനർജി 1 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ഇൻ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. SI സിസ്റ്റത്തിലാണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ MC പറഞ്ഞാൽ hν/c ആണ്. അതിൽ പിന്നെ നമുക്ക് ഇതെന്താ? കിലോഗ്രാം. ഓക്കെ, hν/c. hν പറഞ്ഞാൽ എനർജിയാണ്. ഓക്കെ, ആ എനർജി എന്താ? hν ഈസ് ആക്ച്വലി എനർജി. അപ്പോൾ എനർജി ഡിവൈഡഡ് ബൈ c എന്ന് പറയാം. ഓക്കെ, അപ്പോൾ എനർജി ഡിവൈഡഡ് ബൈ c. അപ്പോൾ ഈ എനർജി എന്താ? 1 മെഗാ ഇലക്ട്രോൺ വോൾട്ടാണ്. മെഗാ പറഞ്ഞാൽ 10⁻6. ഇലക്ട്രോൺ വോൾട്ടിനെ ജൂൾ ആക്കാൻ 1.6 × 10⁻⁻19. ഓക്കെ, ഇത് നിങ്ങൾക്ക് എന്താ? ഈ hν ഉണ്ടല്ലോ, എച്ചിൻ്റെയും ന്യൂവിൻ്റെയും വാല്യൂ അവിടെ കൊടുത്തിരിക്കുകയല്ല ഞാൻ ചെയ്തിരിക്കുന്നത്. ആക്ച്വലി ഞാൻ അവിടെ ആ hν ഉണ്ടല്ലോ, hν ഈസ് ആക്ച്വലി എനർജി. ഓക്കെ, അപ്പോൾ ആ എനർജിയുടെ വാല്യൂ നമ്മൾ അവിടെ കൊടുത്തതാ. അപ്പോൾ ഇവിടെ എന്താ? ദിസ് ഈസ് ഈക്വൽ ടു നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, എനർജി ഡിവൈഡഡ് ബൈ c പറയാം. ഓക്കെ, ആ എനർജി hν പകരം എനർജി എന്ന് കൊടുക്കുക. എനർജി അവർ നേരിട്ട് വാല്യൂ തന്നിട്ടുണ്ട്, സിയും നമുക്കറിയാം. അപ്പോൾ അവിടെ 10⁻8 മേലോട്ട് എടുത്തു കഴിഞ്ഞാൽ 10⁻6ഉം 10⁻8 കൂടെ കട്ട് ചെയ്യാം. ഡിനോമിനേറ്ററിൽ 10⁻2 വരും. അത് മേലോട്ട് എടുക്കുമ്പോൾ 10⁻−2ഉം 10⁻−19ഉം എത്ര വരും? 10⁻21 വരും. ഓക്കെ, അപ്പോൾ 1.6 × 10⁻21. അതിന് വേണമെങ്കിൽ 16 × 10⁻22 എന്ന് പറയാം. 16/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി 5. അപ്പോൾ 5 × 10⁻22. ഓക്കെ, 5 × 10⁻22. തരക്കേടില്ല. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ എന്ത് പറയാം? ഇവിടെ ഫോട്ടോ സെൻസിറ്റീവ് മെറ്റാലിക് സർഫസ് ഹാസ് വർക്ക് ഫംഗ്ഷൻ hν0. Photons of energy 2hν0 falls on this surface. The electrons come out with a maximum velocity of 4 × 10⁻6.
When photon of energy is increased to 5 h nu 0, അപ്പോൾ കൈനറ്റിക് എനർജി എന്താവും? കൈനറ്റിക് എനർജി വിൽ ബി 4 h nu 0. അതായത് കൈനറ്റിക് എനർജി 4 ടൈംസ് ആവും. അപ്പോൾ സ്പീഡ് എന്താവണം? സ്പീഡ് ഡബിൾ ആവണം. നേരത്തെ 4 ആണെങ്കിൽ ഇപ്പം എന്താവും? ഇപ്പം 8 × 10⁻⁶ എന്ന് വരും. സംഭവം അത്രയേ ഉള്ളൂ, 8 × 10⁶. അപ്പം K1 പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫോർമുല. ഓക്കെ, 2 h nu 0, energy of incident photon, work function, maximum kinetic energy. In the second case, energy of incident photon is 5 h nu 0. The work function അത് തന്നെ മാറില്ലല്ലോ, മെറ്റലിൻ്റെ പ്രോപ്പർട്ടിയാണ്. പിന്നെ K2. ഓക്കെ, അപ്പോൾ V2/V1 പറഞ്ഞാൽ √K2/K1. ഓക്കെ, അപ്പോൾ V2 = 2V1 ആണ്. അപ്പോൾ ദേ ഇങ്ങനെ വരും. ഇവിടെ if the intensity of incident light increases, അപ്പോൾ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് കൂടും, അല്ലെങ്കിൽ നമ്പർ ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസ് എമിറ്റഡ് പെർ സെക്കൻഡ് കൂടും. ഏതാ നോക്കൂ, ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ഇൻക്രീസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ന്യായം. ഓക്കെ, ഇനി അടുത്തത് the photoelectric work function for a metal surface is 4.125 electron volt. Cut off wavelength. Cut off wavelength അല്ല, threshold wavelength ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ലാംഡ പറഞ്ഞു കഴിഞ്ഞാൽ 12375 ഡിവൈഡഡ് ബൈ എനർജി ഇലക്ട്രോൺ വോൾട്ടിൽ കൊടുത്ത വേവ് ലെങ്ത് ആങ്സ്ട്രംസിൽ കിട്ടും. അതെത്രയാണ്? 3000 ആങ്സ്ട്രംസ് കിട്ടും. ആൻസർ അങ്ങനെ തന്നെ ആങ്സ്ട്രംസിൽ തന്നെയുള്ളത്. ഓക്കെ, ഇവിടെ കറക്റ്റ് എന്താ 12375 തന്നെ 12375. 400ലേക്ക് റൗണ്ട് ഓഫ് ചെയ്തിട്ടില്ല, കാരണം ആ ഫിഗർ കണ്ടോ, 4125 കറക്റ്റ് ഡിവൈഡ് ചെയ്യേണ്ട വിധത്തിൽ അവർ തന്നിരിക്കുന്നത്. ലൈറ്റ് ഓഫ് വേവ് ലെങ്ത് 5000 ആങ്സ്ട്രംസ് ഫാൾസ് ഓൺ എ സെൻസിറ്റീവ് പ്ലേറ്റ് വിത്ത് ഫോട്ടോ ഇലക്ട്രിക് വർക്ക് ഫംഗ്ഷൻ ഓഫ് 1.9 ഇലക്ട്രോൺ വോൾട്ട്. കൈനറ്റിക് എനർജി ഓഫ് ദ ഫോട്ടോ ഇലക്ട്രോൺസ് എമിറ്റഡ് വിൽ ബി. അതിൽ Ke max = hc/λ - ω0. അതിൽ എനർജി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 12375 12375. ആ 375നെ നമുക്ക് 400 ആയിട്ട് റൗണ്ട് ഓഫ് ചെയ്യാം. അപ്പോൾ 12400 ഡിവൈഡ് ബൈ 5000 ആങ്സ്ട്രംസ്. അപ്പോൾ എനർജി ഇൻ ഇലക്ട്രോൺ വോൾട്ട് കിട്ടും. അതെത്രയാ? ഇത് നമുക്ക് 2 zeros കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 124/50. അതിനെ മേലെയും താഴെയും ഡബിൾ ചെയ്യുക. അപ്പോൾ 248/100 പറഞ്ഞാൽ 2.48. നോക്കൂ, 2 zeros കടയുക, 124/50 ഡബിൾ ചെയ്യുക, 248/100, അത് 2.48 മൈനസ് 1.9. ഓക്കെ, ഈ നിങ്ങൾ 1.9 സബ്ട്രാക്ട് ചെയ്യുന്നതിന് പകരം നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ 2 സബ്ട്രാക്ട് ചെയ്തു. അപ്പോൾ എന്താ വരിക? അപ്പോൾ 0.48 ബാക്കി ഉണ്ടാവും. എന്നിട്ടൊരു 0.1 ആഡ് ചെയ്താൽ മതി. 0.48 ആയിട്ട് 0.1 ആഡ് ചെയ്താൽ 0.58 വരും. ഓക്കെ, സോ 0.58 ഇലക്ട്രോൺ വോൾട്ട്. റൈറ്റ്. ഓക്കെ, സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ when light of wavelength 300 nanometer falls on a photoelectric emitter, photoelectrons are liberated. For another emitter, however, light of 600 nanometer wavelength is sufficient for creating photo emission. Okay, what is the ratio of the work function of the two emitters? Fine. അതിൽ ω0 equals hc/λ0. λ0 is the threshold wavelength. Okay, അപ്പോൾ ഒമേഗ എന്താ? ദാറ്റ് ഈസ് ദ വർക്ക് ഫംഗ്ഷൻ. ω1/ω2 ഈക്വൽ ടു λ2/λ1. 600/300 പറഞ്ഞാൽ 2:1. ഓക്കെ, അടുത്ത പരിപാടി റേഡിയോ ട്രാൻസ്മിറ്റർ. പിന്നെ അതേ സാധനം തന്നെ വന്നു കേട്ടോ. ഒരു ഫോട്ടോണിൻ്റെ എനർജി h nu ആണ്. ഇഫ് n photons are emitted per second, അപ്പോൾ പവർ n h nu ആണ്. അതിൽ നമ്പർ ഓഫ് ഫോട്ടോൺസ് എമിറ്റഡ് പെർ സെക്കൻഡാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ P/h nu. അതിൽ P എത്രയാ? പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 kilowatts. കിലോ പറഞ്ഞാൽ എത്രയാണ്? 10⁻3. പിന്നെ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് 6.6 × 10⁻34. പിന്നെ എന്താ ഉള്ളത്? എന്താ ഈ 880 കിലോ ഹെർട്സ് ഫ്രീക്വൻസിയാണ് കേട്ടോ. 880 കിലോ ഹെർട്സിനെ ഹെർട്സ് ആക്കാൻ 10⁻3 കൊണ്ട് അടി കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഈ 880 × 10⁻3, 880 പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാ? 880 ഞാനൊരു കാര്യം ചെയ്യാം. 880 പറഞ്ഞാൽ 8.8 ഇൻറ്റു 10⁻² വരും. ആ 10⁻²ഉം 10⁻² എന്താ പറയുക -34ഉം. അപ്പോൾ എത്ര വരും? 10⁻−32 വരും. 10⁻−32. പിന്നെ 10⁻3യും 10⁻3യും കട്ട് ചെയ്തേക്ക്. 10⁻−32 മേലെ പോകുമ്പോൾ 10⁻+32. പിന്നെ ഇവിടെ ദേ ഒരു 10 ഉണ്ട്. അപ്പോൾ 10⁻33 വരും. 10ന്റെ പവർ 10⁻33 അവിടെ കിടക്കട്ടെ. പിന്നെ ഡിനോമിനേറ്ററിൽ കിടക്കുന്നത് എന്താണെന്നറിയോ? 6.6 8.8. എങ്ങനെയുണ്ട്? ആ 6.6നെ 6 × 1.1 8.8നെ 8 × 1.1 എന്നും എഴുതാം.
അപ്പോൾ 6 × 8 എത്രയാണ്? 48. 1.1 × 1.1 എന്ന് പറഞ്ഞാൽ 11ന്റെ സ്ക്വയർ എല്ലാവർക്കും അറിയാം, 121. അപ്പോൾ 1.1 × 1.1 പറഞ്ഞു കഴിഞ്ഞാൽ 1.21. ഓക്കെ, ഇത് 6 × 1.1, ഇത് 8 × 1.1. അതിൽ ആ 6ഉം 8ഉം കൂടെ 48. 1.1 × 1.1 അത് 1.2 വരും. ഇതാണ് സംഭവം. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് എന്ത് പറയാന്നറിയോ? ഞാൻ പറയാം, പിന്നെ ഡിനോമിനേറ്ററിൽ കിടക്കുന്നത് ഒരു 48 × 1.2 എന്നാണ് വരുന്നത്. 48 × 1.2. അതിൽ നമുക്ക് എന്ത് പറയാം, 48ഉം പിന്നെ 48 × 0.2 എന്ന് പറഞ്ഞാൽ എത്ര വരും? 9.6 വരും. 9.6. അപ്പോൾ 48 + 9.6 എന്ന് പറഞ്ഞാൽ 10 പിടിച്ചോ, അപ്പോൾ എത്രയാണ്? 58 വരും. 58. അപ്പോൾ ഡിനോമിനേറ്ററിൽ കിടക്കുന്നത് 58 ആണ്. ഇതിന് നമുക്ക് എങ്ങനെ എഴുതാമെന്നറിയോ? 10⁻³ പറഞ്ഞാൽ 10⁻³/58 എന്നാണ്. അപ്പോൾ അതിനെ 100 × 10⁻31. ഓക്കെ, 33. പിന്നെ ഡിനോമിനേറ്ററിൽ കിടക്കുന്നത് 58 ആണ്. 50 ആണ് വിചാരിച്ചോ. 50 ആണെങ്കിൽ 100/52 ആണ്. 58 പറഞ്ഞാൽ എന്താ, ഡിനോമിനേറ്റർ കൂടുതലാണ്, അപ്പോൾ 2-നേക്കാൾ അല്പം കുറവാകും. എ ക്വാണ്ടിറ്റി സ്ലൈറ്റ്ലി സ്മോളർ ദാൻ 2 × 10⁻31. പിടിച്ചോ, എവിടെയാ? അപ്പോൾ ഇത് കിട്ടും. ഓക്കെ, 1.72 × 10⁻31. ഓക്കെ, ഇനി 100 നോക്കൂ, അത് 1.32 ആണ് പിന്നെ ഉള്ളത്. അത് വരൂല കേട്ടോ, കാരണം എന്താ, 100/58 അല്ലേ ഉള്ളത്. ഓക്കെ, 100/50. ഇനിയിപ്പോൾ 60 വിചാരിച്ചോ. 60 വിചാരിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. 100/60 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാമെന്നറിയോ? 50 / 100/60 പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി 5/3. 5/3 പറഞ്ഞാൽ എത്രയാ? 1.7 വരില്ലേ? ഓക്കെ, അപ്പോൾ നോക്കൂ 1.72.